സ്റ്റുഡൻസ് നമ്മൾ റിപ്പിൾ ഫാക്ടറായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിങ്ങൾക്ക് ലാബിൽ ഈ രണ്ട് ടൈപ്പ് റിപ്പിൾ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. ഹാഫ് വെയർ റെക്ടിഫയറും ഫുൾ വെയർ റെക്ടിഫയറും. ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെ കേസിൽ നമുക്കതറിയാം 1.21 ആണ്. അതായത് നമ്മൾ ആ സർക്യൂട്ട് മുമ്പ് പഠിച്ച ആ സർക്യൂട്ട് പോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ AC വോൾട്ടേജാണ് നമ്മളവിടെ മെഷർ ചെയ്യുക. VAC മെഷർ ചെയ്യാം, VDC മെഷർ ചെയ്യാം. അപ്പോൾ റേഷ്യോ എപ്പോഴും എന്ത് കിട്ടണം? 1.21 കിട്ടണം ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെ കേസിൽ. ഒരു ഫുൾ വെയർ റെക്ടിഫയറാണ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്തതെങ്കിൽ, വെദർ ഇറ്റ് ഈസ് ബ്രിഡ്ജ് ഓർ സെൻറ്റർ ടാപ്ഡ്, രണ്ട് കേസിലും നമുക്ക് വാല്യൂ 0.48 ഒബ്റ്റെയിൻ ചെയ്യണം. അത് ഒരു ഫിൽറ്റർ സർക്യൂട്ട്സ് വേറെ എക്സ്ട്രാ കോമ്പണൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അത് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ റെക്ടിഫയർ കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് മെഷർ ചെയ്യുക. വിത്തൗട്ട് ഫിൽറ്റർ എന്നാണ് നിങ്ങൾ അവിടെ പറയുക. അതിന് ഔട്ട്പുട്ട് വിത്തൗട്ട് ഫിൽറ്റർ എന്നുള്ള ഒരു ടേമിൽ അറിയപ്പെടുക. അതായത് നമ്മൾ വേറെ എക്സ്ട്രാ സർക്യൂട്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ സർക്യൂട്ട്സ് ആണ്. ഫിൽറ്റർ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റീഡ് ദ സെൻറ്റൻസസ്. ദ ഔട്ട്പുട്ട് ഓഫ് എ റെക്ടിഫയർ ഈസ് പൾസേറ്റിംഗ്. The AC component is undesirable and must be removed from the load. The AC component we need a perfect DC output from a rectifier. So this rectifier is not able to give us a perfect DC. So the AC component is undesirable and we want to remove that. And for that we are using a filter circuit. A filter circuit is a device which removes the AC component of rectifier output but allows the DC component to reach the load. It is a device which is used for removing the AC component of a rectifier. A filter circuit should be connected between the rectifier and the load. ഒരു ഫിൽറ്റർ സർക്യൂട്ട് നമ്മളെപ്പോഴും ഇൻ ബിറ്റ്വീൻ ലോഡും ആഫ്റ്റർ the rectifier and before the load, that where we have to connect the filter circuit. That is in between rectifier and load we have to connect the filter circuit. Usually it is a combination of inductors and capacitors. ഫിൽറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കോമ്പണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഇൻഡക്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ആണ്. കപ്പാസിറ്റർ അലൗ AC ടു പാസ് ത്രൂ ഇറ്റ് ബട്ട് ഡസ് നോട്ട് പാസ് DC. ഒരു കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് അലൗസ് AC ടു പാസ് ത്രൂ ബട്ട് ഡസ് നോട്ട് അലൗ DC ടു പാസ് ത്രൂ. കപ്പാസിറ്റർ ACനെ ഈസി ആയിട്ട് പാസ് ചെയ്യിക്കും, എന്നാൽ DCനെ ഈസി ആയിട്ട് പാസ് ചെയ്യിക്കുന്നില്ല. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയും. ആൻഡ് ദ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC ഈസ് ഈക്വൽ ടു 1/2πfC ആണ്. അവിടെ F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി ഇൻപുട്ട് AC ആണ്. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ്. അപ്പം നമുക്ക് ഫ്രീക്വൻസിക്ക് വാല്യൂ കൊടുക്കുന്നതനുസരിച്ച്, അതായത് ഫോർ AC വി ഹാവ് ഡെഫിനിറ്റ് വാല്യൂസ് ഫോർ ഫ്രീക്വൻസി. അപ്പോൾ യൂഷ്വൽ കേസിൽ നമ്മൾ വീട്ടിലെ AC ആണെങ്കിൽ 50 ഹേർട്സ് എടുക്കാം. നമുക്ക് 50 ഹേർട്സ് ആണെങ്കിൽ നമുക്ക് XCയുടെ വാല്യൂ 1/2π × 50 × C എന്നുള്ള വാല്യൂ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് വിൽ ഹാവ് എ ഡെഫിനിറ്റ് വാല്യൂ ഫോർ XC. And as the value of F increases, the reactance also decreases. Then suppose it is a DC. So what happens? If it is a DC, F is equal to 0, then 1/2πfC becomes infinity. So that means the resistance or reactance offered by the capacitance to the flow of DC is infinity. So we can conclude that it does not allow DC to pass through it, but it allows AC to pass through it. That is a property of the capacitor. An inductor then opposes AC but allows DC to pass through it. But ഒരു ഇൻഡക്ടറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it allows DC to pass through it, but it does not allow AC to pass through it. So ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the inductive reactance is given by XL, that is equal to 2πfL ആണ്. So for DC, if F is equal to 0, then XL is equal to 0. XL 0 means it is in EC path, 0 resistance is 0, so EC flow for current എന്ന് പറയാൻ പറ്റും. Then what happens to the flow of AC? AC F has a particular value, so XL has a definite value. XL has a definite value. Then it will have a definite value for XL, so it allows a particular resistance to the flow of
എ സി എന്ന് പറയാൻ പറ്റും. സോ രണ്ട് പ്രോപ്പർട്ടീസ് ഓർത്ത് വയ്ക്കുക. കപ്പാസിറ്റർ അലൗസ് ഈസി പാസേജ് ടു എ സി ആൻഡ് ബ്ലോക്സ് ഡി സി, ആൻഡ് ആൻ ഇൻഡക്റ്റർ അലൗസ് ഈസി പാസേജ് ടു ഡി സി ബട്ട് ബ്ലോക്സ് എ സി എന്ന് പറയാൻ പറ്റും. Another property, another quantity which you have to notice are usually a capacitor is connected in parallel in a filter circuit, and an inductor is connected in series to in a filter circuit. So we can read the next sentence. Most commonly used filter circuits are capacitor filter, choke input filter, and capacitor input filter or pi filter. These are the three types of filter circuits which are commonly used. The first one we can look into the capacitor filter. You can see the figure, that is we have a rectifier output, then we have the load resistance, and in between the rectifier output and load we have connected the capacitor. And what happens, we can read the sentences. Figure 1.6 shows a capacitor filter circuit. Capacitor C is connected across the rectifier output and parallel with the load resistance. When the pulsating voltage reaches the maximum volt Vm, what happens to the capacitor? Capacitance charges to the peak value Vm. So for the input wave you can see input voltage and output waveform. Output voltage you can see. So when the input voltage, this is the nature of the input voltage. So in the input voltage, so what happens, it reaches the maximum value, then it decreases to 0, again increases, etc. So during the maximum increase of the voltage, what happens to the capacitor is that capacitor charges to the maximum value. Then the rectifier, when the rectifier voltage starts to decrease, the capacitor discharges through the load. When the input voltage rectifier output decreases, the capacitor discharges and keep the voltage across the load not falling to 0. The capacitor discharges but it does not comes to 0 as in the case of the input voltage, since the rate of decrease of the capacitor output, it is the voltage decrease, it is in an exponential manner. Then when the voltage across RL starts to fall from the peak value, then next voltage peak appear across C and charges to it to the value Vm, and this process is repeated. So during charging it reaches maximum, and during discharging it never comes to the 0 position. So the output, the envelope of the second figure, that is the output which we are getting across the capacitor. It is not a waveform like the rectifier output. It is something which contains less ripples than that of the rectifier output. It may be seen that very little ripple is left in the output. The output of the circuit contains less ripples than that of the previous circuit. The ripple voltage in the filtered output of a full wave rectifier is smaller than that in a half wave rectifier because the capacitor recharges at shorter interval. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇതിന് പകരം ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ the capacitor that is the input output of the rectifier decreases, and for a particular interval it remains in the 0 value, and during that interval there is a chance for the capacitor to discharge it to the least value. So the output will not be like this. It will be it has a tendency to be reach the 0 value or near to the 0 value. For load current application, the capacitive filter may be adequate to maintain a relatively constant DC level. ഓക്കെ, ദെൻ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എ സിയുടെയും ഡി സിയുടെയും പെർഫോമൻസ്, ഒരു കപ്പാസിറ്ററിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്, ദെൻ ഫസ്റ്റ് നമ്മൾ റെക്ടിഫയർ ഔട്ട്പുട്ട് നോക്കുക. പ്രീവിയസ് സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ റെക്ടിഫയർ ഔട്ട്പുട്ട് നമ്മൾ കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് എക്രോസ് വരുന്ന ടെർമിനലിൽ എത്തിക്കഴിഞ്ഞാൽ
ജംഗ്ഷനിൽ എ സിയും ഡി സിയും കാണും. ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ എ സിക്ക് കപ്പാസിറ്ററാണ് എ സി പാത്ത്, ഡി സിക്ക് ആണെങ്കിൽ കപ്പാസിറ്ററിൽ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ഡിവൈസുമാണ്. അപ്പോൾ ഓൾ ദ എ സി കോമ്പണൻസ് വിൽ ബൈപാസ് ത്രൂ ദ കപ്പാസിറ്റർ ആൻഡ് റിമൈനിങ് ഡി സി കോമ്പണൻസ് വിൽ പാസ് ത്രൂ ദി ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും നമുക്ക്. Then this second type of filter circuit is the choke input filter. In this case we are using an inductor in series and a capacitor in parallel to the rectifier output. In between the rectifier output and RL we are using these extra electronic devices. Then when the rectifier the output passes through the inductor, it offers high impedance to the AC and negligible resistance to the DC. ഇൻഡക്ടർ കൂടെ പാസ് ചെയ്യിക്കുമ്പം ഇൻഡക്ടർ ഡി സിനെ കംപ്ലീറ്റ് പാസ് ചെയ്യിക്കും, എന്നാൽ എ സിനെ അത് ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അറ്റ് ദ ജംഗ്ഷൻ ദർ വിൽ ബി മോർ ഡി സി കോമ്പണൻറ്റ് ദാൻ ദി റെക്ടിഫയർ ഔട്ട്പുട്ട്. ഇനി അറ്റ് ദ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ ദർ ഇസ് എ കപ്പാസിറ്റർ ഇൻ പാരലൽ ടു ദീസ്. കപ്പാസിറ്റർ കൂടെ എ സി കംപ്ലീറ്റ് ബൈപ്പാസ് ചെയ്യും, ബാക്കി വരുന്ന ഡി സി കോമ്പണൻസ് ഇത് വരുന്ന ആർ എല്ലോടെ പാസ് ചെയ്യും. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് മോർ ഫിൽട്രേഷൻ ഇൻ ദിസ് ടൈപ്പ് ഓഫ് സർക്യൂട്ട്. ആസ് എ റിസൾട്ട് മോസ്റ്റ് ഓഫ് ദ എ സി അപ്പിയർ across L and it is bypassed through the capacitor. This is because the capacitor allow AC to pass through it and block the DC component. The net effect is that DC component will appear across RL. In this way the filter circuit has filtered out the AC component from the rectifier output, allowing DC component to reach the load. More DC component will reach the load resistance than in the previous circuit. That is a capacitor filter circuit. The output of a choke input filter will be more DC than that of the choke than that of a capacitor filter circuit. Then the third type of filter circuit is the capacitor input filter or pi filter. In this case we are using two capacitors and an inductor. The working is the same as that of the previous one. You can see in the figure at the junction A we have a capacitor. So capacitor bypasses almost all of the AC components and the DC reaches the inductor form. On reaching the inductor it passes DC and blocks AC. So at P there will be more DC components and little components of AC, and on reaching P we have another capacitor to bypass AC components, and that AC components almost all of the AC components will be bypassed through the capacitor C2 and we will get almost perfect DC across the load resistance. This is the working of the capacitor input filter, and this is also because of the structure of the mathematical pi, it is also known as a pi filter. So by using more and more components of inductors and by using more and more number of inductors and capacitors we will obtain more and more rectified output in the load resistance. Then next we have to deal with a quantity called percentage regulation. Percentage regulation means how much of the voltage. Suppose we are changing the load resistance in this, then what happens to the output voltage? We can remove the load first, then you can take the output. So that voltage we can term it as VNL or Vmax we can call. That is no load condition. Under no condition we will get the maximum voltage. So that voltage you can make. Suppose we are connecting a load across this filter circuit, then we will get the sometimes the voltage obtained will be a different value from the previous one, and that value you can call it as VFL or V minimum, and VNL stands for V no load and VFL stands for V full load. So what happens to the filter output voltage if we are connecting an external load, that is given by a quantity called percentage regulation, and the equation for percentage regulation is Vmax minus V minima divided by V minima into 100. In the ideal case the percentage regulation should be 0. So for a regulated output the percentage regulation should be 0. That is, there should not be any change in the value of the output voltage even if we are connecting a load or not. So here the ideal situation is 0%. As the value increases the filter circuit is less and less applicable. Okay, so that is about the filter circuits and ripple factor.